മേമി സപ്പോട്ട അഥവാ ഒരു ഫ്രൂട്ട് തന്നെ 3 കിലോയോളം വരെ തൂക്കം വരുന്ന ഒരു വ്യത്യസ്ത ഇനം ഫ്രൂട്ടാണ് ഈ മേമി സപ്പോട്ട. സപ്പോട്ടയെ പോലെ തന്നെയാണ് കാണാൻ. അതിനെക്കുറിച്ചാണ് ഇന്ന് വീഡിയോ ചെയ്യുന്നത്. പൗറ്റേരിയ സപ്പോട്ട എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന മേമി സപ്പോട്ട മെക്സിക്കോ, സെൻട്രൽ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങളിലും ലാറ്റിൻ അമേരിക്കയിലെ മിക്ക ഭാഗങ്ങളിലും കൃഷി ചെയ്തു പോരുന്നു. ഉഷ്ണമേഖലാ കാലാവസ്ഥയിലും മിതോഷ്ണമേഖലയിലും നന്നായി വളരുകയും 7-8 വർഷമെടുക്കും ഫ്രൂട്ടുണ്ടാവാനായിട്ട്. നിലവിൽ മേമി സപ്പോട്ടയ്ക്ക് 20-ലധികം വെറൈറ്റികൾ ലോകമെമ്പാടും നിലവിലുണ്ട്. അപ്പോൾ മേമി സപ്പോട്ടയിൽ സെൽഫ് പോളിനേഷനാണ് നടക്കുന്നത്. ഫ്രൂട്ട് പഴുത്ത് കിട്ടാൻ മാസങ്ങൾ കാത്തിരിക്കണം, അഥവാ 1 വർഷത്തോളമെങ്കിലും എടുക്കും ഫ്രൂട്ട് ഒന്ന് പഴുത്ത് പാകമായി നമ്മൾക്ക് കഴിക്കാനായിട്ട്. നല്ല മധുരവും വലിപ്പമുള്ള ഒരു വെറൈറ്റിയാണ് മേമി സപ്പോട്ട. തൈ നടാനായിട്ട് നല്ല വളക്കൂറുള്ള നീർവാർച്ചയുള്ള സ്ഥലം തിരഞ്ഞെടുക്കണം. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കാത്തതും തുറസായതുമായ സ്ഥലം ഒഴിവാക്കുന്നതാണ് ഉത്തമം. നല്ല വളർച്ചയെത്തിയ ഒരു മരം ഏകദേശം 20-25 അടി ഉയരത്തിൽ നിന്ന് ബ്രാഞ്ചുകളായി തിരിഞ്ഞ് പടർന്ന് പന്തലിച്ച് കുറച്ചധികം ഏരിയ കവർ ചെയ്യും. അത് കണ്ടിട്ട് വേണം നടാനായിട്ട്. അതായത് വലിയ മരമായി വലിയ പന്തലിച്ച് നിൽക്കുന്ന ഇത് കൊണ്ട് തന്നെ അത്യാവശ്യം സ്ഥലം സൗകര്യമുള്ളവർ മാത്രം നടുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഒരു തണൽ വൃക്ഷമായും വളർത്താവുന്നതാണ് ഈ ഒരു മേമി സപ്പോട്ട പ്ലാന്റ്. നിത്യഹരിത വൃക്ഷങ്ങളിൽ പെട്ടതാണ് ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്. സീഡ്ലിംഗ് പ്ലാന്റ് ആണ് നടാനായിട്ട് ഈ ഇപ്പോൾ ഉള്ള നിലവിൽ ഉപയോഗിച്ച് വരുന്നത്. അത്യാവശ്യം വലിയ മരം തന്നെയാകും ഈ ഒരു ഫ്രൂട്ട് പ്ലാന്റ്. ഒരുപാട് കാലതാമസം എടുക്കും ഫ്രൂട്ട് പഴുത്ത് കിട്ടാനാണെങ്കിലും വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് ഇടയ്ക്ക് ഫ്രൂട്ട് കിട്ടുന്ന ഒരു തരത്തിലേക്ക് പ്ലാന്റ് മാറുന്നുണ്ട്. കാരണം ഒരു സീസൺ ഇല്ലാതെ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പൂക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഈ മേമി സപ്പോട്ടൻ്റെ പ്ലാന്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൂക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് പിന്നെ ഇടയ്ക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ലെവലിലേക്ക് എത്തിപ്പെടും. ഇപ്പോൾ മേമി സപ്പോട്ട വളരാനായിട്ട് ഒരു മീഡിയം സൺലൈറ്റ് മതിയാവും, ഒരു മീഡിയം വെയിൽ മതി ഇതൊരു വളരാനായിട്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ടേസ്റ്റ് വരുന്നത് അത്യാവശ്യം നല്ല മധുരം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ സാധാ സപ്പോട്ട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് അല്ല, അതിൽ നിന്ന് വ്യത്യസ്തമായി എന്തോ ഒരു ചെറിയ ഒരു മാറ്റമുള്ള ഒരു ടേസ്റ്റാണ് വരുന്നത് എന്നാണ് കഴിച്ചവർ പറയുന്നത്. അത്യാവശ്യം നല്ല മധുരമുള്ള ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ മേമി സപ്പോട്ട. വലിയ മരമായിട്ടാണ് നിൽക്കുന്നത്. നമ്മളെ സാധാ സപ്പോട്ടയെ പോലെ അധികം നല്ല വലിയ ഫ്രൂട്ടാണിത്. അതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിക്കാൻ നല്ല ഫ്ലഷ് ഉണ്ട്. പക്ഷേ അതിന് കാലതാമസം, ഫ്രൂട്ട് ഉണ്ടാകാനുള്ളൊരു കാലതാമസം, ഫ്രൂട്ട് ഉണ്ടായി കഴിഞ്ഞാൽ തന്നെ 1 വർഷത്തോളം എടുക്കാൻ അത് പഴുത്ത് കിട്ടാനും. അതുകൊണ്ട് തന്നെ ഇത് സുലഭമായി നമ്മളെ നാട്ടുകളിൽ കാണപ്പെടാറില്ല. അപ്പോൾ സ്ഥല സൗകര്യങ്ങൾക്ക് ഒരുപാടുള്ളവർക്കൊക്കെ ഒരു പരീക്ഷണ അടിസ്ഥാനത്തിലൊക്കെ വെക്കാവുന്നതാണ്. കാരണം ഒരുപാട് സ്ഥലം വേണം. നല്ല പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു മരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സ്ഥലം വേണം നടാനായിട്ട്. അപ്പോൾ ഒരുപാട് സ്ഥലം ഒക്കെ ഉള്ളവർക്ക് ഒരു തൈയൊക്കെ വാങ്ങി വെക്കാവുന്നതാണ്. തീരെ സ്ഥല സൗകര്യമില്ലാതെ വളരെ പരിമിതമായൊരു സ്ഥലമൊക്കെ ഉള്ളവർക്ക് നമ്മളെ നല്ല വേറെ സപ്പോട്ടകൾ ഇപ്പോൾ ഉണ്ടല്ലോ, ഹൈബ്രിഡ് ബനാന സപ്പോട്ട, തായ് ജംബോ സപ്പോട്ട ഒക്കെ നല്ല സപ്പോട്ടകളാണ്. അത്യാവശ്യം നന്നായിട്ട് കഴിക്കാനുള്ള ഒരു ഫ്രഷും ഉണ്ട്. ഇത്രത്തോളം വരുന്നില്ലെങ്കിലും അതൊക്കെ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇത് വെക്കാവുന്നതിനെ കുറിച്ച് ആലോചിക്കാവുന്നതേ ഉള്ളൂ.